ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ പിള്ളേർ പുറകുന്ന വാളിങ്ങനെ ഊരിട്ടേ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ടാമാർക്കൊട്ടും ചാടിയിട്ടങ്ങ് വിട്ടുപോവാ. ഊഹ്. ഹേ ഗായ്സ്, വെൽക്കം ടു കാർണിവൽ ടോക്സ്. ഇറ്റ്സ് മീ മേഘ. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് നമ്മുടെ കോമഡി ഫീൽഡിലായാലും ഫിലിം ഫീൽഡിലായാലും ഒരുപോലെ നമ്മുടെ കുടുകുട ചിരിപ്പിച്ച ഒരു താരമാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം കണ്ണൻ സാഗറാണ്. കണ്ണൻ ചേട്ടാ, വെൽക്കം ടു ഷോ. നമസ്കാരം. കണ്ണൻ ചേട്ടാ ഇപ്പോൾ ഒരുവിധം സിനിമകളൊക്കെ ചെയ്തല്ലോ. അപ്പോൾ കണ്ണൻ ചേട്ടന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരിക്കും? വാഴറ്റൂല് ബിജുക്കുട്ടൻ്റെ ചേട്ടനായിട്ട്. കാര്യം അത് ഞാൻ പടം റിലീസാകുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി കയറുക രാജഗിരിയിൽ. അപ്പം ഒരു 1.5 മാസത്തെ ഫോൺ എടുക്കാൻ പറ്റില്ല. ആര് ഫോൺ വിളിക്കാൻ, ഫോണിൻ്റെ റേഡിയേഷനൊക്കെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ ഫോൺ ഉപയോഗിക്കത്തില്ല. ജസ്റ്റ് മെസ്സേജൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കും. പെണ്ണുമ്പളെ ഒന്ന് പിടിച്ച് മാറ്റി വെക്കും, നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് വിളിച്ചിട്ട് ഈ വാഴറ്റൂ കണ്ടിട്ട് ചേട്ടൻ കോമഡിയും ഈ എന്താ വൾഗർ കോമഡിയൊക്കെ ചെയ്തിട്ടേ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളൊക്കെ വേറെ രീതിയിൽ കണ്ട ഞങ്ങളൊക്കെ ഇത്രയും ഫീലിൽ നിങ്ങൾ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ചേട്ടനൊക്കെ എന്താ കേട്ടോ എങ്ങനെയായിട്ട് അഭിനയിച്ചതൊക്കെ പറഞ്ഞു ഒത്തിരി മെസ്സേജും വൈഫിനെയൊക്കെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വലിയ അഭിമാനമായി, വലിയ സന്തോഷമായി. കാര്യം അങ്ങനെ ഒരു വേഷം എനിക്ക് തന്ന സബിൻസ, അതിൻ്റെ ഡയറക്ടർ സബിൻസ. അപ്പോൾ ഞാൻ ആ പടത്തിൻ്റെ ഷൂട്ടിന് ഒരു ദിവസം ചെന്നപ്പോൾ ബിജുക്കുട്ടനെ ഷൗട്ട് ചെയ്ത് ഇറക്കുന്ന ഒരു സീനുണ്ട്, ആദ്യത്തെ സീന്. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ എനിക്കുള്ളത്. അത് ഈ ഹോസ്പിറ്റൽ സീനാണ്. അത് അനുജൻ മരിച്ചുപോയി. അപ്പോൾ അവൻ വന്ന് കുറേ പൈസയൊക്കെ ചോദിച്ചാൽ കൊടുക്കാതെ ഇറക്കി വിട്ടതാണ്. പക്ഷെ ആൾ മരിച്ചുപോയി. അത് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ ബോഡി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് ഇരിക്കുമ്പം അനിയൻ എന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ ആഴം, ആ സാഹോദര്യത്തിൻ്റെ ആഴത്തിൻ്റെ ആ ഡയലോഗ്സിലുണ്ട്. ഭയങ്കര ഫീലാണ് ഡയലോഗ്. ഞാനത് പഠിച്ചിട്ട് രണ്ട് ടേക്ക്, 3ാമത്തെ ടേക്കിൽ ഞാൻ ഓക്കെ ആക്കി. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടറെ ചെന്നിട്ട് ഇറങ്ങിച്ചെന്നു. ഇതെല്ലാം കെട്ടിപ്പിടിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം എനിക്ക് ഇങ്ങനൊരു വേഷം തന്നതിൽ. കാര്യം നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വേഷങ്ങളെ, പക്ഷെ എന്നെപ്പോലുള്ള ആളെ നിങ്ങൾ തിരഞ്ഞെടുത്തില്ലൂ. കോമഡിയൊക്കെ കാണിച്ച് നടക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ സീൻ ചെന്ന് തന്ന ഞാൻ ഡയലോഗ്സ് വായിക്കുമ്പോൾ തന്നെ ഡയറക്ടറോട് പറഞ്ഞു, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, അപ്പോൾ എനിക്ക് മിമിക്രി എന്തെങ്കിലുമൊക്കെ കയറി വന്നാൽ ഒന്ന് നിയന്ത്രിച്ച് അഭിനയത്തിന് പറഞ്ഞു തന്നേക്കണമെന്ന് പറയും. അത് ചേട്ടൻ ചെയ്തത് ചേട്ടൻ ചെയ്താൽ മതി, ഞങ്ങൾ വേണ്ട എടുത്തോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും ഉള്ളിനുള്ളിൽ കാര്യം ഇത് കോമഡിയല്ല, ഭയങ്കര സീരിയസാണ്. നിങ്ങളത് ചെയ്തു, സക്സസ്സായി, സംഭവം ചെയ്തു. ഞാൻ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മയെ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ ചേട്ടാ ഞാനല്ല ചേട്ടനെ ഇതിനകത്ത് വിളിച്ചത്, ഇതിൻ്റെ എഴുതിയത് ബിപിൻ ദാസ് എന്ന് പറഞ്ഞ ആളാണ്. ജയഹയുടെ ഡയറക്ടറും അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ. ഇതിൻ്റെ സ്ക്രിപ്റ്റുമൊക്കെ അദ്ദേഹമാണ് പറഞ്ഞത്. ഒരു കണ്ണൻ സാഗറും ഒരാളുണ്ട്, പുള്ളിയാണ് ഈ വേഷം ചെയ്യുന്നത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം വന്നിട്ടുണ്ടോ? ഇല്ല, 2 ദിവസമായിട്ടില്ല, സെറ്റിലുണ്ടാവും, എന്തോ അത്യാവശ്യമായിട്ട് പോയതാണ്. ഞാൻ നമ്പർ മേടിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചു, നന്ദിയൊക്കെ പറഞ്ഞു. ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞു. ഓക്കെ കേട്ടോ, ഓക്കെ, നമുക്ക് കാണാം, ഡബിങ്ങിന് വരുമ്പോൾ കാണാം, പടമൊക്കെ ഇറങ്ങട്ടെ, നന്നാകട്ടെ, ഇഷ്ടംപോലെ ചിത്രങ്ങൾ ചേട്ടന് കേട്ടല്ലേ, ചേട്ടനൊക്കെ ചെയ്യും, അതുകൊണ്ടല്ലേ വിളിച്ചത്, അല്ലെങ്കിൽ പിന്നെ വിളിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ തിരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തു, കിട്ടി, നിങ്ങളെ കിട്ടി, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാണാൻ ചേട്ടാന്ന് പറഞ്ഞ് നേരത്തേക്ക് വെച്ചു. അപ്പം നമ്മളെ കാണുന്നതും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും കൊടുത്താൽ വൃത്തിയായിട്ട് ചെയ്തു തരുമെന്നൊക്കെ ചിന്തിക്കുന്നവരിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ, സിനിമക്കാരുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ സിനിമകൾ കുറേയെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം ക്യാരക്ടറുകൾ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പടം വന്നാൽ എന്തായാലും ചെയ്യാം എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പം കണ്ണൻ ചേട്ടൻ കുറേ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പാളിച്ച വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പാളിച്ച വന്നിട്ട് അതറിയാത്ത രീതിക്ക് നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഐറ്റങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ? സ്റ്റേജിൽ ഇത് നമ്മൾക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. ആർട്ടിസ്റ്റുകളമ്മ കുടുംബ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ സഹപ്രവർത്തനം എന്നുള്ള കുത്തുവാക്കോ അല്ലെങ്കിൽ ഇതോ ഉണ്ടാകും. ഏതെല്ലാം മാനസികാവസ്ഥ അത്ര ഇതായിട്ടായിരിക്കത്തില്ല നമ്മൾ വേദിയിൽ നിൽക്കുന്നത്. വേദിയിൽ നിന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം നമ്മളെ കാണാനും നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനും നമ്മളിലെ ആ പ്രതിഭ തിരിച്ചറിയാനുമായിട്ടാണ് പ്രേക്ഷകൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും വെട്ടിത്തുറന്ന് നമ്മൾ പരിപാടികൾ ചെയ്യുക, അവരെ പൊട്ടിച്ചിരിപ്പിക്കുക എന്നുള്ളതാണ്
അതിനകത്ത് ഏറ്റവും മെയിൻ സംഭവം. പിന്നെ അല്ലറ ചില സംഭവങ്ങളൊക്കെ വേദിയിൽ നമ്മൾ ചെയ്യുമ്പം അത്ര ഓർത്തിരിക്കുന്നതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചില സംഭവങ്ങൾ പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തി ഞെട്ടിച്ചിട്ടൊരു സംഭവമുണ്ട്. മാളയിലൊരു സ്റ്റേജിൽ കൊച്ചിൻ സാഗറിൻ്റെ പരിപാടി, അബീക്കയുടെയൊക്കെ കൂടെയുള്ള പരിപാടിയാണ്. ഞങ്ങൾ മാള ഒരു പള്ളിയില്ല, വലിയൊരു പള്ളിയാണ്. അവിടെ പ്രോഗ്രാമിന് വന്നു. ജനം സാഗരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനമാണ്. അപ്പോൾ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് സ്റ്റേജിൻ്റെ സൈഡിൽ 2 ചെറുപ്പക്കാർ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ അവർ നിൽക്കും, എന്നാൽ അവരെ ഒന്ന് ഒരുങ്ങി നിൽക്കണം. കുഴപ്പമില്ല കേട്ടോ, ചേട്ടൻ കണക്കാർക്ക് ഞങ്ങൾ മാറിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവർ വളരെ ഭവ്യതയൊക്കെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഐറ്റം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് പോകുന്നിങ്ങനെ പ്രോഗ്രാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ പിള്ളേർ പുറകുന്ന വാളിങ്ങനെ ഊരിയിട്ടേ ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 മാർക്കോട്ടും ചാടിയിട്ടങ്ങ് വെട്ടുപോവുക. ഊഹ്, കണ്ടിട്ട് നമ്മുടെ ഇപ്പുറത്ത് തൊട്ടടുത്ത് നിന്നവന്മാരാണ് ചാടി വീട്ടുന്നത്. അപ്പം ജനമെല്ലാം ആണെങ്കിൽ അങ്ങോട്ടും ചെതറി ഓടാൻ തുടങ്ങി. പോലീസ് അങ്ങ് അപ്പുറത്തോണ്ടുണ്ട് പോലീസ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മൈക്ക് തട്ടിയിട്ടു. പിന്നെ വേദിയിലിട്ട ആൾക്കാർ കയറുന്നു, വെട്ടുകൊണ്ട് ഒരുത്തൻ അരി ഓടുമ്പോൾ ഒരുത്തൻ ഇല ഓടുന്നു, വേറൊരുത്തൻ വെട്ടാണ്ട് ഓടിക്കുന്നു. വിഷയവും പ്രശ്നവും ആയിട്ട് ഭയങ്കര വിഷയം. അത് മനസ്സിൽ ഇപ്പോഴും നിൽക്കുക. ഓരോ വെട്ട് കൊണ്ട് പറഞ്ഞ് അത് വെട്ടല്ലെന്ന് പറഞ്ഞ് പിടിക്കുന്നതും അവരെ ഏത് പെണ്ണുങ്ങളൊക്കെ വന്ന് തടയുന്നതും ഒക്കെ നമ്മൾ ഇങ്ങനെ ലൈവ് കാണുക. അതിന് പിറ്റേ ദിവസം ഞങ്ങളന്ന് പരിപാടിയൊന്നും നടന്നില്ല. ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു. പിറ്റേ ദിവസം പത്രത്തിൽ കണ്ട് ആരൊക്കെ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. ആ സംഭവത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ട്? അതൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ചില വിറക്കുന്ന ചില സംഭവങ്ങളാണ് സ്റ്റേജ് വേദിയിൽ. അങ്ങനെ പല വേദികളിലും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ കൂടിയല്ല, പ്രേക്ഷകരുടെ കൂടിയും. ഒരു ദിവസം കുമരകത്തൊരു സ്റ്റേജിൽ അവിടെ ആന വരണ്ട്. ആന എഴുന്നള്ളിച്ച് വന്നു. അമ്പലത്തിൽ പാപ്പാനടുത്ത് എറിഞ്ഞ ആ പാപ്പാൻ നേരെ ആലിന് മേളിൽ പോകാൻ കഴിയുന്നു. ഒരാളുണ്ടായി സൈഡിൽ പൊട്ടിച്ചു. ആന വരണ്ട് അതിൻ്റെ തൂണുമെല്ലാം തല്ലി പൊട്ടിച്ച് വീട്ടിൽ പ്രശ്നമായി. ഞങ്ങൾ 4 വഴിക്ക് ഓടി. ഇതിൽ വരുമ്പോൾ അവിടെ കായൽ, ഇപ്പുറത്ത് വരുമ്പോൾ അവിടെ തോട്, വഴി അറിയത്തില്ല. കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ വേദികളിലുണ്ടായിരുന്ന സംഭവങ്ങൾ. എന്നിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും ഇതേപോലെ ഷോ നടക്കുമ്പോൾ ഇങ്ങനെ പാളിപ്പോകുമ്പോഴേക്കും പേയ്മെന്റ് കിട്ടാണ്ടൊക്കെ വന്നിട്ടുണ്ടോ? അതുണ്ട്. പേയ്മെന്റ് കിട്ടാതെ ചില വേദിയിൽ ഈ സ്പോൺസർ പ്രോഗ്രാമുണ്ട്. അതായത് വിദേശത്തുള്ള ഒരു കൂട്ടം സഹോദരങ്ങൾ ചേർന്ന് നടത്തുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ഇവർ പറഞ്ഞ സഹോദരങ്ങളോട് പൈസ അയച്ചിട്ടില്ല, പൈസ അയക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ എറണാകുളത്ത് ഓഫീസിൽ കൊണ്ട് തന്നേക്കാം എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ, കുറച്ച് തരും, എന്നിട്ട് ബാക്കി തന്നേക്കാം, എവിടെ തരാം, ആര് തരാം, അങ്ങനെയൊക്കെ ഉണ്ട്. ചേട്ടനിപ്പോൾ മിമിക്രിയിലും അഭിനയ രീതിയിലും ആ ഒരു ഇതല്ലാണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് ചേട്ടൻ വന്നില്ലായിരുന്നു, ചേട്ടൻ എന്ത് ജോലി ചെയ്യുമായിരുന്നു? ഇത് തോന്നുന്നു എന്ത് തൊഴിലോട്ട് പോകുമായിരുന്നു? ഇപ്പം സിനിമയിലും ഈ മിമിക്രിയിലും അല്ലായിരുന്നെങ്കിൽ ചേട്ടൻ എന്ത് തൊഴിൽ ചെയ്യുമായിരുന്നു? ഇല്ല, ശരിക്കും തൊഴിൽ ഞങ്ങൾ കാർപ്പൻറ്റേഴ്സാണ്. ആശാരിപ്പണിയൊക്കെ ചെയ്യും. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറച്ചേ ഉള്ളൂ ചെയ്തിട്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഓണമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ക്ലബ്ബുകളുണ്ടാവും. ഇപ്പോൾ അങ്ങനെ ക്ലബ്ബുകൾ കുറവാണ്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ക്ലബ്ബുകളുണ്ട്. ഒരു ശക്തി ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചേട്ടന്മാരെല്ലാം കൂടെ കൂടി ഒരു 2 മാസം മുമ്പേ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിയൊരു നാടകം തയ്യാറാക്കിയിട്ട് ഏതെങ്കിലും ഒരു നടിയെ കൊണ്ടുവരും. നടിയും അമ്മയും 2 മാസത്തേക്ക് പിന്നെ ഇവിടെ അവരുടെ ചിലവ് മൊത്തം അവർക്ക് വേണ്ട കൊടുക്കും, പിന്നെ ഭക്ഷണം കൊടുക്കുന്നു, റിഹേഴ്സൽ ചെയ്യുന്നു, അവരെ കൊണ്ടുവിടാൻ ചേട്ടന്മാരെ അടിയാണ്. ഞാൻ കൊണ്ടുവിട്ടാണ്, ഞാൻ ഇവർ വിടാനും ഭയങ്കര ഇതാ, പിന്നെ ആ നടിയോടുള്ള ഇതാ. അങ്ങനെ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ചേട്ടന്മാരൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഉത്സവപ്പുറം ആ ഒരു ആഘോഷ വേദിയിലും ഓണാഘോഷ വേദിയിലാണ് നമുക്ക് വേദികൾ കാണുമ്പോൾ അതിൽ കയറണം, എന്തെങ്കിലും പരിപാടികൾ ചെയ്യണമെന്നൊക്കെ എൻ്റെ ഉള്ളിലൊരു ഇത് വന്നു. ചെറുപ്പമാണ്, കുഞ്ഞാണ്. അപ്പോൾ അന്ന് പാടാനൊക്കെ കയറിയിട്ട് 3-4 വരി പാടുമ്പോൾ തന്നെ തൊണ്ടവേളയെല്ലാം ഞെക്കിക്കിട്ട് ഇറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. കാരണം പിച്ചൊക്കെ വലിയ പിച്ച് പാടി ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ നാടകങ്ങൾ, ഫാൻസി ഡ്രസ്സുകൾ, കുഷ്ഠരോഗി, അന്നത്തെ മെയിനാണ് കുഷ്ഠരോഗി. അമ്മമ്മയുടെ ക്യാരക്ടറൊക്കെ ചെയ്യുന്നില്ലേ? അമ്മച്ചിയുടെ ക്യാരക്ടറുകൾ, സ്കിറ്റുകൾ കുറേ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ആ ചെറുപ്പം മുതൽ ഈ കലയോടുള്ള ഒരു വലിയ സ്നേഹം, ഇഷ്ടം, വേദികളോടുള്ള ഒരു താല്പര്യം. സിനിമയൊന്നുമല്ല, വേദിയാണ് നമുക്ക് അന്നത്തെ സങ്കല്പത്തിൽ. അപ്പോൾ അതൊരു വേദി കീഴടക്കി ജനം ഇരിക്കുന്നിടത്ത് പെർഫോം ചെയ്യുന്ന ഒരാളായി മാറണമെന്നൊരു വലിയ ആഗ്രഹം ചെറുപ്പം മുതലേ ഉള്ളിലുള്ളതുകൊണ്ട്
പിന്നെ ഒരു തൊഴിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതും ഇതും എല്ലാം കൂടെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഈ വർക്ക് ഇപ്പൊ നമുക്ക് ചില സമയങ്ങളൊക്കെ വർക്ക് ഉണ്ടാവാത്ത സമയത്ത് സാറിന് ജോലിക്ക് പോകും. എൻ്റെ തൊഴിലിനോ ആ പോയിരുന്നു പോയിരുന്നു. പോയിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കുറച്ച് 5-8 വർഷമേ ഉള്ളൂ ഞാൻ പോകാഞ്ഞിട്ട്. ഞാൻ ഒരു വീടിൻ്റെ എല്ലാ പണികളും ചെയ്തിട്ടുള്ള എല്ലാ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം പണിയും പെടുന്നിട്ടിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം ആരോഗ്യം അനുവദിക്കുന്നില്ല. പിന്നെ ഇപ്പം പരിഗണിക്കുക എന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കലാകാരന്മാരായിട്ട് പണിക്ക് വരുമെന്ന് ചോദിക്കും വീട്ടുകാർ. പിന്നെ കുറേ ചോദിക്കുമ്പോൾ അത് ഇനി പോകണ്ട, അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് കടയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് ആയിക്കോ. നമുക്ക് നാണക്കേടും കൊണ്ടൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. തൊഴിൽ കുറഞ്ഞു. ഇപ്പോൾ കോൺട്രാക്ടർമാരുടെ കീഴിലാണ് എല്ലാവരും. നമ്മളുടെ ആൾക്കാരുണ്ടാവും, പുറത്തുനിന്ന് മറ്റേ ഭായിമാരുടെ ആൾക്കാർക്ക് ഉണ്ട്, അവരൊക്കെ ഇപ്പോൾ പണിയൊക്കെ പോകുള്ളൂ. ഇപ്പൊ കണ്ണഞ്ചേട്ടൻ എത്ര പ്രാവശ്യം പുറത്തത്തെ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്? പുറത്തോട്ടൊക്കെ പോയി ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാനോ പുറത്ത് കുറേ വർക്ക് മണിച്ചേട്ടൻ്റെ ഒക്കെ കൂടെ ഷോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ വിദേശത്ത് കുറേ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. 10-35 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം പിന്നെ ഞാൻ യുക്കെ പോവാം. മണിച്ചേട്ടൻ്റെ കൂടെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജ് ഷോ? വിദേശത്ത് നമുക്ക് ഇവിടെയുള്ള ഒരു സ്നേഹമല്ല വിദേശത്ത് ചെല്ലുമ്പോൾ. അവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ അളിയൻസ് എന്ന് പറഞ്ഞ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, തമ്പി എന്നു പറഞ്ഞു, തമ്പാൻ്റെ തമ്പി. അളിയൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. കൗമുദി ചാനൽ വേണ്ടി ഇപ്പോൾ ചെയ്യുന്നത്. അതിനകത്ത് കുറേ വർഷമായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പം അവിടെ ഇത് കാണുന്ന പരിപാടി കാണുന്നവർ ഒരു പ്രത്യേക സ്നേഹവും ഒരു ഇഷ്ടമാണ് നമ്മളവിടെ ഞങ്ങളുള്ളവർക്കൊക്കെ. അതിന് കോമഡി പരിപാടി സ്കിറ്റുകൾ കണ്ടിട്ടും ഒക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ അമ്മച്ചിയുടെ ഒരു വീഗാലാൻഡിൽ വിടുന്ന അമ്മച്ചിയുടെ കഥയുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് ഷോ ഏഷ്യാനെറ്റിലൊക്കെ ചെയ്തിരുന്നു, കുറേ ചെയ്തിരുന്നു. അമ്മായിയമ്മ പോരൊക്കെ ആയിട്ടും അതെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ ചെയ്തിരുന്നു. അത് ഞാൻ ഈ ഒരു സ്കിറ്റ് അമ്മച്ചിയുടെ സ്കിറ്റ് ചെയ്തു. അത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു കള്ളൻ വന്ന് ഒരു വീട്ടിൽ കയറുക. അപ്പോൾ അവിടുത്തെ അമ്മച്ചി ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അവർ രണ്ടും ജോലിക്ക് പോകും. അപ്പോൾ ഈ പുള്ളിക്കാരിയെ പ്രായമായതുകൊണ്ട് ഈ പെരക്കകത്ത് ഇട്ട് പെര പൂട്ടിയിട്ടേ പോകത്തുള്ളൂ ഈ അമ്മച്ചി അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു കള്ളൻ വന്ന് കയറും. ഉല്ലാസ് പന്തളോ ആ കള്ളൻ ചെയ്ത്, ഞാൻ അമ്മച്ചി. അപ്പോൾ ഇത് കള്ളൻ വന്ന് കയറും, പൊളിച്ചിറങ്ങും. കള്ളനോട് നീ എങ്ങനെ വന്ന്? ഞാനിനെ പൊളിച്ചിറങ്ങിയ അപ്പോൾ വന്നെന്നാ അത് എനിക്ക് കക്കണം ഇവിടെ കക്കരുത്, അപ്പുറത്തെ കാണും പറമ്പിൽ പോയി കക്കാൻ വന്നിരിക്കും പറഞ്ഞു ഓടിക്കും. അതല്ല എനിക്കൊന്ന് പൈസ കാക്കണം. നീ എന്നെ വെള്ളിരത്തൊട്ടാണോ വിഴുങ്ങിയത് അതോ എന്നതാ വിഴുങ്ങിയത് ഇത്ര കൊണ്ട് പൈസ കാക്കാൻ? എനിക്ക് കട്ടെടുക്കണം പറഞ്ഞു. ഇങ്ങനെ കുറേ കൗണ്ടറുണ്ട്. അങ്ങനെ പറഞ്ഞ് അമ്മച്ചി പറയും. അമ്മച്ചി പറയും ഒരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിലൊന്നുമില്ല, എല്ലാം അലമാരിക്കകത്താന്ന് തോന്നുന്നു. അങ്ങനെ കള്ളം പറയും എവിടെ അലമാരി? അതാ മുറി കാണും പറഞ്ഞു. ഇന്ന മുറിയില്ല. അവൻ ചെന്ന് മുറി തപ്പും. അപ്പം അമ്മച്ചി താക്കോലില്ലെങ്കിൽ മുളകോട്ടയ്ക്കകത്ത് കാണും. ഇവർ ഓരോ പറഞ്ഞു കൊടുക്കുക. മുളകോട്ടകളുണ്ട് അവിടെ എടുക്കുക. ഒരു അമ്മച്ചിക്ക് അങ്ങനെ ഉണ്ട്, ഞാനിവിടെ അവരെന്നെ പൂട്ടിയിട്ട് പോകൂടാ, പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല, ഇവിടെ ഇരിക്കുക. നീ വന്നാൽ നന്നായി, നിനക്കുള്ള എടുക്കാനുള്ളത് എടുത്തുകൊണ്ട് വാ, അപ്പോൾ കുറച്ച് നേരം സംസാരിക്കാം. അപ്പോൾ അങ്ങനെ താക്കോല് പറയും കൊടുക്കും. അങ്ങനെ സ്വർണ്ണാഭരണങ്ങളും ഇതിൽ നിന്ന് എടുത്തിട്ട് അമ്മച്ചി സ്വർണ്ണം കിട്ടിയാണോ? ഇതിനകത്ത് 10-15,000 രൂപ ഇരിപ്പുണ്ട്. അയ്യോടാ അവൾ എന്നിട്ട് ഒരു അക്ഷരം വേണ്ടില്ല. ഇന്നലെ ഞാൻ മുറുക്കാൻ മേടിക്കാൻ കാഴ്ചപ്പോൾ അവൾ 10 വയസ്സില്ലെന്ന് പറഞ്ഞു. നീ എടുത്തോ മുഴുവൻ എടുത്തോ എന്ന് പറഞ്ഞ് ഇതെല്ലാം എടുപ്പിച്ചിട്ട് അമ്മച്ചി പറയും ഒരു കാര്യം ചെയ്യും, നീ എല്ലാം എടുത്ത് എണ്ണി വെച്ചോ പറഞ്ഞ് പുള്ളി എഴുന്നേറ്റ് തന്നിട്ട് ഇവൻ കള്ളൻ കയറിയ അതിൻ്റെ വാതിൽ താക്കോലെടുത്ത് അങ്ങ് പൂട്ടും. എന്നിട്ട് താക്കോലെടുത്ത് മടി വെച്ചിട്ട് ഇരിക്കും. അപ്പോൾ കള്ളനെല്ലാം കട്ടു. അമ്മച്ചി എല്ലാം കട്ടു. അല്ല കുഞ്ഞുമാനെ നീ കൊണ്ടുപോകും. എന്നിട്ട് കഥ തുറക്കുമ്പോൾ അമ്മച്ചി കഥ തുറക്കാൻ പറ്റുന്നില്ല. അത് നീ തുറന്നല്ലേ കയറി, അത് പിന്നെ എന്നെ തുറക്കാൻ പറ്റാ, അത് അറിയാൻ പറ്റില്ല, അത് പൂട്ടിയെന്ന് തോന്നുന്നു. ഞാനാ പൂട്ടിയത്. അമ്മച്ചി എന്നെ തുറന്നു, നിന്നെ പൂട്ടിയത് അല്ല, എൻ്റെ ആങ്ങളുടെ മൂത്ത മോനെ SI ഇവിടുത്തെ, അവനൊന്ന് പരിചയപ്പെട്ട് പോവാം, പാവം അവൻ, ഞാൻ വിളിക്കാം. മറ്റേ എൻ്റെ മോനും മോളും ഇപ്പോൾ വരും, ഇളയ മോനും മോളും വരുമ്പം അവരോട് പറഞ്ഞ് ഞാൻ അവനെ വിളിപ്പിക്കാം, നീ അവനെ കണ്ട് പരിചയപ്പെട്ട് പോയാൽ മതി എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അമ്മച്ചി അത് നല്ല പ്ലേ അത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ സ്കിറ്റ് കണ്ടിട്ട് ഓസ്ട്രേലിയയിൽ നിന്നൊരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനൊരു സ്കിറ്റ് കണ്ടു. ഞാൻ പോവാ, ഞാൻ എഴുതിയാണ്. ഓക്കെ, അത് എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞാൽ കഥകൾ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്ന കൂട്ടത്തിൽ വായിച്ചിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ സങ്കല്പത്തിലും എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം.
അദ്ദേഹം പറഞ്ഞു ഇത് ഒരു മനഃശാസ്ത്രത്തിൻ്റെ പരമായിട്ടുള്ള വലിയൊരു ബുദ്ധിപ്രയോഗമാണ് ഈ സ്കിറ്റ്. ഇത് ഞങ്ങളെപ്പോലുള്ളവർക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. കാര്യം ചില ബുദ്ധി ഉപയോഗിക്കും രക്ഷപ്പെടാൻ. ചില മൃഗങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കും. അങ്ങനെ റെയറായിട്ടുള്ളൊരു അത് കണ്ടപ്പം കണ്ണൻ്റെ നമ്പർ ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചിട്ട് വിളിച്ച് നിങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചത് പറയും. ആ ഡോക്ടർ പരിചയപ്പെട്ടു. ആ പരിചയം ഇപ്പോഴും ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഡോക്ടർ. അല്ല ചില സ്കിറ്റുകൾ നമ്മളെ കുറേ ആൾക്കാർ വളരെയേറെ അതുപോലെ ആ വാഴ സിനിമ ഇറങ്ങിയപ്പം എന്നെ മാവേലിക്കര എന്നൊരു ചേട്ടൻ വിളിച്ചു. കണ്ണനല്ല പറഞ്ഞു അതെ കണ്ണൻ എവിടെ? ഞാൻ പറഞ്ഞ എൻ്റെ ചങ്ങനാശ്ശേരിയില്ല. നമ്മുടെ അടുത്താ ചങ്ങനാശ്ശേരി മാവേലിക്കരയാണ്. ഞാൻ പറഞ്ഞു അതെ എന്തായിരുന്നു കണ്ണൻ? എനിക്ക് നമ്പർ ഞാൻ ഒരാഴ്ചയായി ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടി കണ്ണൻ്റെ നമ്പർ എല്ലാം കിട്ടി. ഞാൻ പോയി വാഴ 2 സിനിമ കണ്ടു. നിങ്ങളുടെ അഭിനയം ഗംഭീരം, അത് അഭിനന്ദിക്കാൻ വിളിച്ചാൽ അതിലുപരി എനിക്കൊരു കാര്യം കൂടെ പറയണം. ഞാൻ പറഞ്ഞു എന്തായിരുന്നു? അതായത് 10-17 വർഷമായിട്ട് ഞാനും അനുജനും തമ്മിൽ സംസാരിക്കത്തില്ല. അവരൊന്നും സംസാരിക്കത്തില്ല. ആ പുള്ളി കുടുംബത്തിൽ താമസിക്കുന്നു, ഈ പുള്ളി വേറെ വീട് വെച്ച് താമസിക്കുക. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. വല്ല കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനോ അല്ലെങ്കിൽ മരിപ്പിനൊക്കെ ചെല്ലുമ്പോൾ ജസ്റ്റ് കണ്ടാൽ തന്നെ മുഖം തിരിച്ച് നടന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷേ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളുടെ ആ സംസാരം അനുജനോടുള്ള ആ ഒരു മരിച്ചു കഴിയുമ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം അറിയുമെന്ന് പറഞ്ഞാൽ എടുത്തു കൂടുതൽ പറയത്തുള്ളൂ പറഞ്ഞതുപോലെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പം എൻ്റെ അനിയൻ അവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് 6 മണിക്ക് ശേഷം അവൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോൾ അവൻ്റെ ഭാര്യ ഒന്ന് കാപ്പി കുടിച്ച് സ്നാക്സൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരം ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഒരു 3 മിനിറ്റോളം കെട്ടിപ്പിടിച്ച് ഉമ്മ വഹിച്ചു. അന്നേരം അവൻ ചോദിച്ചു, അന്നേരം പുള്ളിയും കരഞ്ഞു പോയി. ഇതെന്താ ഇങ്ങനെ പതിവില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല, എനിക്കെന്തോ നിന്നെ വരണം തോന്നി. നിനക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ വാഴ 2 പോയി കാണണമെന്ന് പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയെന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് അവനും അവൻ്റെ ഭാര്യയും പിള്ളേരും കൂടെ വീട്ടിൽ വന്ന് എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവന് കൈയൊക്കെ കഴുകിയിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് 10 മിനിറ്റോളം കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ, ഒരു സിനിമ എഴുതികൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. ആ ക്യാരക്ടർ കണ്ടിട്ട് മനുഷ്യൻ മാറുന്നതിൻ്റെ അതിൻ്റെ ആ ബന്ധത്തിൻ്റെ ആഴവേ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തെരഞ്ഞു പോയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കങ്ങൊരു വേഷം ചെയ്യുമ്പോൾ അല്ല കണ്ണാ, നിങ്ങൾ ചെയ്ത ആ വേഷം ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ജീവിതകാലം മൊത്തം ഓർത്തിരിക്കും. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ മറ്റുള്ളവൻ ഓർത്തിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്ത് പറയാൻ പറഞ്ഞാൽ ആ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഭയങ്കരമായിരിക്കും. എനിക്ക് നമ്മുടെ ടി ജി രവിയുടെ മകന് കുഴപ്പമില്ല കഥ പറഞ്ഞില്ല, ടി ജി രവിയുടെ മകന് ശ്രീജിത്ത് രവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി എന്നെ വിളിച്ചിട്ടില്ല ആദ്യമായിട്ട് വിളിക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വൈഫിനെ വിളിച്ചായിരുന്നു പറഞ്ഞു. ഞാൻ വെച്ചു എന്തായിരുന്നു എന്നെ വിളിച്ചായിരുന്നു? വാ കണ്ണ, നിങ്ങൾ സിനിമ കണ്ടു? വാഴ കണ്ടു. ഞാൻ അതൊന്ന് അഭിനന്ദിക്കാൻ വിളിച്ചു. അതിനല്ല, ഞാൻ എൻ്റെ ഡയറക്ടറെ സബിനെ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, നിങ്ങൾ ചെയ്ത വേഷം എനിക്കെന്താ തരാഞ്ഞ് എന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഡയറക്ടർ. ഞാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ ആ പുള്ളി കണ്ണൻ ചെയ്താൽ ശരിയായില്ലേ, നല്ല ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചതെന്ന് എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ണൻ ചെയ്ത ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ റേഞ്ച് ചെയ്യും, കണ്ണം ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഒരു കലാകാരനായ നമ്മൾക്ക് ഇങ്ങനെയുള്ള വേഷങ്ങളാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കരഞ്ഞു ചെയ്യാനും അല്ലെങ്കിൽ വളരെ ഇമോഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറുകൾ കിട്ടിയാൽ നമുക്ക് അത് കൈയടക്കി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇത് വരും. പക്ഷെ കണ്ണൻ ചെയ്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോയി. ഞാൻ ആഗ്രഹം ഡയറക്ടറോട് പറഞ്ഞ, പക്ഷേ മറ്റൊന്നും തോന്നണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ, കണ്ണനെ നമുക്ക് വരുന്നതിനൊക്കെ അറിയിക്കാം, കണ്ണനെ വിളിക്കാൻ കിട്ടുമല്ലോ അതൊക്കെ അവരെ. അങ്ങനെ കുറേ ആൾക്കാർ അജു വർഗീസ് വിളിച്ചിരുന്നു, കുറേ ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന നല്ലൊരു സിനിമകളിൽ കിട്ടിയിരിക്കുന്ന നല്ലൊരു ക്യാരക്ടർ വാഴച്ചു. കാരണം ചേട്ടന് ഇനി ആരോടെങ്കിലും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം തോന്നിയൊരു വ്യക്തി ആരായിരിക്കും ഏറ്റവും കൂടുതൽ? കൂടെ അഭിനയിക്കാനേ എനിക്ക് കൂടെയാണ് അഭിനയിക്കാൻ ആഗ്രഹം? എനിക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം. മമ്മൂക്ക പിന്നെ സൂപ്പർ സ്റ്റാർ മോഹൻലാലല്ലേ, സുരേഷ് ഗോപിച്ചേട്ടനോട് ഞാൻ അഭിനയിച്ചാൻ മേഘും മൂസാം സിനിമയിൽ അതൊക്കെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഉമ്മ വെക്കുന്ന സിനിമ, അതൊക്കെ അദ്ദേഹത്തിനോട് അഭിനയിച്ചു. ദുൽഖറിൻ്റെ കൂടെ 2 സിനിമ ചെയ്തു, മഞ്ജു ചേച്ചിയുടെ കൂടെ 2 പടം ചെയ്തു. എല്ലാം അങ്ങനെ ആഗ്രഹത്തിൻ്റെ അല്ല, ആരായാലും
സിനിമ ചെയ്യണം, നല്ല ക്യാരക്ടർ ചെയ്യണം, ശ്രദ്ധിക്കപ്പെടുന്ന ഇത് ചെയ്യണം, വേഷം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അതിപ്പം ആര് വന്നാലും സന്തോഷമേ ഉള്ളൂ, അതിനൊന്നും തോന്നിയില്ല. എല്ലാം കലാകാരന്മാരല്ലേ, എല്ലാവരും ആർട്ടിസ്റ്റുകളല്ലേ. പിന്നെ കൂടുതലും മെഗാസ്റ്റാറുകൾ പോലുള്ള മമ്മൂക്ക പോലുള്ള മോഹൻലാലിനെ പോലുള്ള ആൾക്കൊക്കെ ഒരു അഭിനയിക്കാൻ അവസരം കിട്ടുമെന്ന് അതൊരു ഭാഗ്യത്തിൻ്റെ ഭാഗമാണ്. അതിനാർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ട് ആഗ്രഹം കൊണ്ടുവല്ല, വേറൊന്നുമില്ല. പിന്നെ കലാരംഗത്തേക്ക് ഇനി പുതിയ തലമുറയിലെ നമ്മുടെ ഈ തലമുറയിലെ കൂട്ടുകാർ വരാൻ താല്പര്യപ്പെടുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? അവർക്ക് കൊടുക്കാനുള്ളത്, ഏത് കാലഘട്ടമായാലും ഏത് ജീവിതചര്യയായാലും കഷ്ടപ്പെടണം, നമ്മൾ അധ്വാനിക്കണം, കഷ്ടപ്പെടണം, നമ്മൾ തേടണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ മറ്റൊരുത്തനെ കഷ്ടപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവൻ്റെ സമ്പാദ്യത്തിനും കയറ്റ് വരാതിരിക്കുക. നമുക്ക് നമ്മുടെ സ്വന്തം വ്യക്തിത്വം, ആ സാമ്പത്തികം ഉണ്ടെങ്കിലോ സാമ്പത്തികം ഇല്ലെങ്കിലും കൊള്ളാം, നമ്മളിലുള്ള വ്യക്തിത്വം നമ്മളത് ആ വ്യക്തികളായിട്ട് തന്നെ നിലനിൽക്കുക. മറ്റുള്ളവന് നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ സഹായിക്കാൻ പറ്റില്ലെങ്കിലും പറയാം, ഇത് ഇങ്ങനൊരാൾ പറഞ്ഞു, ആൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് മറ്റൊരാളുടെങ്കിലും നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഇതായിട്ട് പോവുക. അല്ലെ ഇപ്പോഴത്തെ കാലഘട്ടം ഏതായാലും എല്ലാ കാലഘട്ടത്തിലും എല്ലാ വികാരങ്ങളും എല്ലാ വിചാരങ്ങളും ഉണ്ടാവും. പക്ഷേ ഇന്ന തലമുറന്നൊന്നുമില്ല, അതിങ്ങനെ ഉള്ളതാണ്, എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. പക്ഷെ നമ്മൾ എന്നുള്ള വ്യക്തികളും നമ്മളായിട്ട് നിൽക്കുക. നമുക്കുള്ളത് നമ്മുടെ അരിയിൽ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്കുള്ളത് തമ്പുരാൻ തരും. പിന്നെ ഈശ്വര വിശ്വാസിയാണെങ്കിൽ കുറച്ചേറെ വിശ്വസിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതൊക്കെ വരും. പിന്നെ ജീവിതത്തിൽ ഇതുപോലെ ഓപ്പറേഷനുകളോ വയ്യാഴികളോ കിടന്നു പോകുമോ, നമ്മളൊക്കെ ഇത് ചെയ്യുന്നെങ്കിൽ എത്രയോ പേര് കിടപ്പായി കിടക്കുന്ന ആൾക്കാരുണ്ട്, എത്രയോ പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എൻ്റെ കടയിൽ വിഷുവിൻ്റെ അന്ന് ഒരു ചേച്ചി വന്നു, ഒരു 12 മണിയൊക്കെ ആയപ്പോൾ. അപ്പം വൈഫ് നേരത്തെ പോയിട്ട് വീട്ടിലെ ഭക്ഷണമൊക്കെ വെക്കാൻ വേണ്ടി അവർ പോയി. അപ്പം ഞാൻ കടയിലിരിക്കുമ്പോൾ ചേച്ചി വന്നിട്ട് പറഞ്ഞു, കാരണം 1 കിലോ അരി തരാൻ പറഞ്ഞു. അപ്പോൾ വിഷുവായിട്ട് 1 കിലോ അരി മേടിക്കാൻ മാതിരി വന്നു. അത് ഉച്ചക്ക് 12 മണിയായപ്പോൾ. അപ്പോൾ ഞാൻ ഇതെന്ത് ഇപ്പം ഞാൻ പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചു. ഇല്ല അരിയില്ല വീട്ടിൽ, കഞ്ഞി വെക്കണം, പിന്നെ പൈസ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ തരത്തുള്ളൂ, കടവാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, സങ്കടമായിപ്പോയി. വിഷുവിൻ്റെ അന്ന് കൈനീട്ടം കിട്ടുന്ന ആ കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടം കൊടുക്കും. ആ ആൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട് 1 കിലോ അരി തരാൻ പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. ഞാൻ പറഞ്ഞു ചേച്ചി അരി മാത്രം മതിയോ? ആ മതി, ഒന്ന് മതി. അപ്പം ഞാനൊരു 3 കിലോ അരിയും പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം അങ്ങ് എടുക്കാൻ വേണ്ടി തയ്യാറായി. ചേച്ചി ഇന്നതിനൊക്കെ എടുക്കട്ടെ? ഒന്നും വേണ്ട, കുറച്ച് പച്ചക്കറി അതിനുള്ളതൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ഒരു ആശുപത്രി കേസ് വന്ന കാരണം എനിക്കൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് ഇച്ചിരി അരി കഞ്ഞി പോലെ വെക്കണം, അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 1 കിലോ അരി ആ ചേച്ചിക്ക് പൊതിഞ്ഞു കൊടുത്തു. അപ്പോൾ അന്നേരം പറഞ്ഞ് പൈസ ഞാൻ വൈഫിൻ്റെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, വിഷു ദിവസമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് ഓരോ മനുഷ്യൻ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് സമ്പാദിച്ച് മാറ്റി വെക്കുന്നു, വസ്ത്രങ്ങൾ എടുക്കുന്നു, ആഹാരത്തിനുള്ള ഉണ്ടാക്കി വെക്കും, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ എത്രയോ മനുഷ്യർ പട്ടിണിയായിട്ട് നമ്മൾ പോലും അറിയുന്നില്ല. ഓരോ വിശേഷ ദിവസവും ഓരോ മനുഷ്യനും ഇങ്ങനെയുള്ളവരുണ്ട്. ഞാനിപ്പോൾ വിശേഷ ദിവസം എന്നല്ല, എന്തായാലും എന്നോട് ആദ്യം വിശേഷം ചോദിച്ചാൽ ആദ്യം ചോദിക്കുന്ന ഭക്ഷണം കഴിച്ചു ചോദിക്കും. ഭക്ഷണം കഴിച്ചിട്ടാണ് നിങ്ങൾ ഇന്നിപ്പം ഞാൻ വന്നത് ആദ്യം ചോദിച്ചത്, ഭക്ഷണം കഴിച്ചില്ലെന്ന് ചോദിച്ചില്ലേ? കാരണം അതെങ്കിലും നമ്മൾ ചോദിക്കണം മനുഷ്യനോട്. ഭക്ഷണം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ്. അപ്പം നമ്മൾ ആർഭാടത്തോടു കൂടിയും അഹങ്കരിച്ചും നമ്മൾ വലിയ ആളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പരിസരത്തൂടെ, നമ്മുടെ പുറകെ കൂടെ, നമ്മുടെ മുമ്പിലൂടെയൊക്കെ പോകുന്ന പലരും നല്ല ഡ്രസ്സും വേഷമൊക്കെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുകുന്ന ദുഃഖങ്ങളും ഒരുകുന്ന വേദനകളും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടാവും. നമുക്കൊന്നും അറിയില്ല. നമ്മുടെ മുമ്പിൽ ഏത് വ്യക്തി വന്നാലും നമ്മളെക്കാട്ടി കഴിവുള്ളവനും നമ്മളെക്കാട്ടി പ്രാപ്തിയുള്ളവനും നമ്മളെക്കാട്ടി സാമ്പത്തികമുള്ളവനും നമ്മളെക്കാട്ടി പിടിപാടുള്ളവനും എന്ന് മാത്രം വിചാരിച്ച് അവനൊന്ന് ബഹുമാനിക്കുന്നതിനകത്ത് ഒരു കുറവും നമുക്കുണ്ടാകത്തില്ല. ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സമ്പാദ്യം കുറഞ്ഞോട്ടെ, പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് അത് വലിയൊരു ഒരു അറിഞ്ഞു കിട്ടുന്നൊരു അനുഗ്രഹമാണ് മനുഷ്യത്വം. കാത്തു സൂക്ഷിക്കാത്തേ ഉള്ളൂ. താങ്ക് യു. അവൻ്റെ പേരിൽ അയക്കുന്നത്, അപ്പോൾ അവൻ കൊടുത്തു. അപ്പോൾ അവനെ ഹംസം. അപ്പോൾ എനിക്ക് പിന്നെ കാണണം ഇവരുടെ അടുത്തുള്ള 10 ദിവസം നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പം
എന്നോട് ഇതറിയാവുന്ന ഇവരുടെ ഒരു പറഞ്ഞു അവർ കല്യാണം കഴിഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ചേച്ചി ചെന്നു പറഞ്ഞു സംഭവം ശരിയാ, നീ ഹംസോട്ട് വെച്ച് അവൻ തന്നെ അവളെ കെട്ടിയത്. അന്ന് പോയി 2 പേർക്ക് കൂടുതലടിച്ചാൽ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ 6 ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ.